ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഞാൻ ബയോളജിക്ക് പഠിക്കുന്നത്, എവല്യൂഷൻ തിയറിയൊക്കെ പഠിക്കുന്നത്. അപ്പോൾ കുറേ കാലം മുമ്പ് എനിക്കൊരു ഡൗട്ടുണ്ട്, ദൈവമുണ്ടോ? ദൈവമുണ്ടോ ദൈവമുണ്ടോ ഈ കാണുന്നതൊക്കെ യാഥാർത്ഥ്യമാണെങ്കിൽ, നമ്മളീ കാണുന്നതൊക്കെ സത്യമാണെങ്കിൽ, ഈ ബോക്സ് ഒരു സത്യമാണെങ്കിൽ, ഈ ബോക്സ് ഉണ്ടാക്കിയ ഒരാളും സത്യമാണ്. നമ്മളീ കാണുന്നതൊക്കെ യാഥാർത്ഥ്യമാണെങ്കിൽ, ഇതിൻ്റെയൊക്കെ പിന്നിൽ ഒരു മഹാശക്തിയുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത്രയേ ഉള്ളൂ. അത് എൻ്റെ ബോധ്യമാണ്. മദ്രസയിലെ ഉസ്താദ് പറഞ്ഞു തന്നതുകൊണ്ടല്ല ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നത്, എനിക്ക് ഉറപ്പുണ്ടായതുകൊണ്ടാണ്. ആ ഉറപ്പ്, ആ ബോധ്യം, ആ അനുഭവം എൻ്റെ പ്രിയപ്പെട്ട അനിയനും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പറഞ്ഞു. സാർ നേരത്തെ പറഞ്ഞല്ലോ, മരിച്ചു കഴിഞ്ഞാൽ ആത്മാവാണ് പോവാൻ. ഈ ആത്മാവ് എടുക്കാണ് പോണേ. ആത്മാവ് വന്നത് എവിടെ നിന്നാണോ അങ്ങോട്ടാണ് പോകുന്നത്. ചോദിച്ചത് ഉദ്ദേശിച്ചത്, അതായത് ഈ ജീവിതത്തിൽ മനുഷ്യൻ ചെയ്ത ഓരോ തെറ്റുകളുണ്ടല്ലോ, ആ തെറ്റുകൾക്കുള്ള ശിക്ഷ കിട്ടും. ആ ശിക്ഷ കിട്ടുമ്പോൾ ഈ ആത്മാവിന് വേദന ഉണ്ടാകും. സാർ അതിൽ പറഞ്ഞല്ലോ, വേദനക്കില്ലാന്ന്, അടിച്ചാലും വേദനക്കില്ലാന്ന്. ആത്മാവിന് വേദന തുടങ്ങുന്നത് മരണത്തിന് ശേഷമാണ്. മരിച്ചു കഴിഞ്ഞല്ലേ അവിടെ ഇരുന്നോളൂ. അപ്പൊ ചില ആളുകളെ മണ്ണിൽ മറവ് ചെയ്യും, ചില ആളുകളെ കത്തിച്ചിട്ട് വെള്ളത്തിൽ ഒഴിക്കും. ഇങ്ങനെയൊക്കെയല്ലേ ചെയ്യും. ഇസ്ലാമിൽ ഖബർ ജീവിതമുണ്ട്, ഖബറുമുണ്ട്, ഖബർ ജീവിതമുണ്ട്. ഖബറുള്ള സ്ഥലത്തല്ല ഖബർ ജീവിതം. ഖബറുള്ളത് ശരീരം കൊണ്ടുപോയി വെച്ച സ്ഥലത്താണ്. ഖബർ ജീവിതം ഉള്ളത് ആത്മാവ് എവിടെയാണോ അവിടെയാണ്. കാരണം ഖബറില്ലാത്ത ആളുകളുണ്ട്, കത്തിച്ചു കളഞ്ഞ ആളുകളുണ്ട്. അവർക്ക് എവിടുന്ന ഖബറിലെ ശിക്ഷ കിട്ടുക? ഖബറിലുള്ളവർക്ക് മാത്രം പോരല്ലോ ഖബർ ശിക്ഷ. മണ്ണിനടിയിൽ നമ്മൾ കൊണ്ടുപോയി വെച്ചതൊരു ശരീരത്തെയാണ്. രക്ഷയും ശിക്ഷയും ഒക്കെ അനുഭവിക്കുന്നത് ആത്മാവാണ്. ഇവിടെ ജീവിക്കുമ്പോൾ ആത്മാവിനൊന്നും ഏൽക്കണില്ല, ഇവിടുന്ന് പോയാൽ ശരീരത്തിനൊന്നും ഏൽക്കണില്ല. ഒക്കെ മനസ്സിനാ, ഒക്കെ ആത്മാവിനാണ് രക്ഷയും ശിക്ഷയും ഒക്കെ ഉള്ളത്. അതാണ് അർവാഹുകളുടെ, ആത്മാവുകളുടെ ലോകം എന്ന് പറയുന്നത്. ആത്മാക്കളുടെ ലോകത്തേക്കാണ്, ആത്മാവിന്റെ ഉടമയിലേക്കാ ആത്മാവ് തിരിച്ചു പോണത്. ആ ഉടമയാണ് അതൊക്കെ തീരുമാനിക്കുകയും ചെയ്യുന്നത്. എൻ്റെ കയ്യിലുള്ളൊരു പേന എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കണ പോലെ ആ ഉടമയുടെ കയ്യിലുള്ള ആത്മാവിനെ പിന്നെ ആ ഉടമ രക്ഷയുടെയും ശിക്ഷയുടെയും അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നു. അത് ഈ ശരീരം കൊണ്ട് നമ്മൾ ചെയ്ത ജീവിതവുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ ആത്മാവിന് രക്ഷ ലഭിക്കുന്നു, അല്ലെങ്കിൽ ശിക്ഷ ലഭിക്കുന്നു. അപ്പോൾ ശരീരം എന്ന ഈ കൂട് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതാണ് ആത്മാവിന്റെ രക്ഷാശിക്ഷകളുടെ ഒക്കെ കാരണം. വരാനിരിക്കുന്ന ലോകത്ത്